ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഫിഷ് കറി വീഡിയോ ആണ് കേട്ടോ. ഫിഷ് കറി എന്ന് പറയുമ്പോൾ ഇന്നൊരു ആവോലി മീൻ കറിയാണ്. ആവോലി ഒരു വെളുത്ത ആവോലിയുണ്ട്, കറുത്ത ആവോലിയുണ്ട്. ഇവിടെ ഇപ്പോൾ കറുത്ത ആവോലിയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആദ്യം തേങ്ങ അരച്ചിട്ട് വെക്കാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ എൻ്റെ അമ്മ ഫോൺ ചെയ്തിട്ടുണ്ട് ആ സെയിം കറക്റ്റ് സമയത്ത് തന്നെ. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ മുളക് കറി വെച്ചിട്ട് അതിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് എന്ന്. അപ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഒരു 3-4 കൊച്ചുള്ളിയും കൂടി ചേർത്ത് അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കറി നല്ല കൊഴുപ്പായിട്ടിരിക്കും. നമ്മൾ സാധാരണ മുളക് പൊടി മൂപ്പിച്ചരയ്ക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ച് നല്ല തിക്കായിട്ടിരിക്കുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റൗവൊക്കെ ഓണാക്കി ചട്ടി വെച്ചു. മീൻ ചട്ടി കറിച്ചട്ടിയിലാണ് വെക്കുന്നത്. കറിച്ചട്ടിലേക്ക് നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കാനിടുവാണ്. കടുകിട്ടു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് നമ്മൾ അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ കറിയിൽ നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല, അതിനകത്തൊരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ. അതുപോലെ കുരുമുളക് പൊടിയും ചേർക്കുന്നില്ല. നമ്മൾ മപ്പാസൊക്കെ ചെയ്യുവാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാവേ. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ചേർക്കുന്നേ. അരപ്പും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ആ അരപ്പ് കലക്കിയ വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത്, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിയ പിഴുപുളിയല്ല, വടക്കംപുളിയാണ് കേട്ടോ. നമ്മുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപ്പും കൂടി ചേർക്കണമല്ലോ. അപ്പോൾ ഇത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ തേങ്ങ ആക്ച്വലി ഇത് നമ്മൾ തേങ്ങ അരച്ച് വെക്കാനാണ് വിചാരിച്ചത്. അപ്പോഴാണ് നമ്മൾ വീണ്ടും ഒരു ട്വിസ്റ്റ് വരുത്തിയത്. അപ്പോൾ ഇത് തേങ്ങ നമ്മൾ മിക്സിയിൽ അരച്ച് തേങ്ങാപ്പാലാക്കി എടുത്ത് വെച്ചിരിക്കുക. അപ്പോഴത്തേക്കും മീനെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം മീൻ ഉടയാത്ത രീതിയിൽ പതുക്കെ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് അടച്ചു വെച്ച് വെക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടച്ച് വെച്ച് തന്നെ വേവിക്കണേ, തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റിപ്പോവും. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓണം വീഡിയോസൊക്കെ ഇനി വരുന്നുണ്ട്, അതെല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചു, വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്.